ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അസ്ഗർ യാസിൻ. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഡ്രൈവിങ്ങിനെ കുറിച്ച്, അതായത് വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വയ്ക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ചെയ്യാനാണ്. അതായത് നമ്മളിപ്പോൾ പൊതുവേ നമ്മളെല്ലാവരും ലോങ് റൈഡ് പോകാറുണ്ട്, ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും പോകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നോർമൽ നമ്മൾ സിറ്റി റൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മുടെ കയ്യിൽ കമ്പൽസറി വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കമ്പൽസറി ആയിട്ട് കയ്യിൽ വെക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കിടക്കാം. മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് വണ്ടിയുടെ രജിസ്ട്രേഷൻ്റെ പേപ്പർ. അതായത് നമ്മൾ പറയും RC ബുക്ക് എന്ന് പറയും. RC ബുക്ക് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും നമുക്ക് കമ്പൽസറി ആയിട്ട് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ RC ബുക്ക് നമുക്ക് പുതിയൊരു വണ്ടിയായാലും പഴയ വണ്ടിയായാലും നമുക്ക് RC ബുക്ക് ഇല്ലാണ്ടിരിക്കില്ല എല്ലാ വണ്ടികൾക്കും. അപ്പോൾ RC ബുക്ക് കമ്പൽസറി ആയിട്ടും കയ്യിൽ വയ്ക്കുക. പിന്നെ രണ്ടാമത് വരുന്ന ഡോക്യുമെൻ്റ് ആണ് വണ്ടിയുടെ ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്. ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് നമുക്ക് പറഞ്ഞിട്ടുള്ള ഡ്രൈവിങ്, അതായത് വണ്ടി പുറത്തേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ, റോഡിലേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് വേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. കാരണം നമുക്ക് എപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യാണ്, നമുക്ക് എന്ത് എപ്പോൾ സംഭവിക്കും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് നമുക്ക് ഇൻഷുറൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ ലോസുകൾ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അത് വണ്ടിക്ക് വരുന്ന ഡാമേജുകളായാലും അതല്ലെങ്കിൽ കൂടെ തന്നെ തേർഡ് പാർട്ടി, അത് നമുക്ക് വണ്ടി ആക്സിഡൻ്റ് ആവുക, അല്ലെങ്കിൽ വണ്ടി തട്ടുകയോ മുട്ടുകയോ ചെയ്യുക, മറ്റൊരാൾക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് കവറേജ് കൊണ്ട് പറ്റും. അപ്പോൾ കമ്പൽസറി ആയിട്ടും നമുക്ക് ഇൻഷുറൻസ് വണ്ടി റോട്ടിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ, ബൈക്കായാലും കാറായാലും നമ്മൾ വണ്ടി റോട്ടിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ടും ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം, വണ്ടിയുടെ ഇൻഷുറൻസ്. ഓക്കെ, പിന്നെ വരുന്ന മൂന്നാമത്തെ ഒരു ഡോക്യുമെൻ്റ് ആണ് ഡ്രൈവിംഗ് ലൈസൻസ്. ഒരു കാരണവശാലും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി നേരത്തെ ഇറക്കരുത്, ഓടിക്കാൻ നിൽക്കരുത്. കാരണം ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ പെർമിറ്റ് കട്ടാക്കും. അതായത് വണ്ടിയുടെ പെർമിറ്റ്, അത് വണ്ടിയുടെ ഓണറുടെ പേരിലായിരിക്കും കേസ് വരിക. ഇപ്പോൾ നമ്മുടെ പേരിലല്ല വണ്ടി എന്നുണ്ടെങ്കിൽ, നമുക്ക് ലൈസൻസ് ഇല്ലാതെ വേറെ ഒരാളുടെ വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി എവിടെ തട്ടുകയോ മുട്ടുകയോ ചെയ്താലോ അല്ലെങ്കിൽ എന്തൊരു ഇഷ്യൂസ് വന്നെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് വരുന്നത് നമുക്കും വരുന്ന അതിനേക്കാൾ കൂടുതൽ നമുക്ക് വണ്ടി തന്നു വിട്ടാലോ അല്ലെങ്കിൽ വണ്ടിയുടെ ഓണറോ അവർക്കായിരിക്കും ബാധിക്കപ്പെടുക. അപ്പോൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ വയ്ക്കാം. പിന്നെ വരുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് നമുക്ക് വണ്ടിയുടെ പൊല്യൂഷൻ്റെ പേപ്പർ വരുന്നത്. അപ്പോൾ പൊല്യൂഷൻ്റെ പേപ്പർ പൊതുവേ ആരും കയ്യിൽ വയ്ക്കാറില്ല. കാരണം പൊല്യൂഷൻ്റെ പേപ്പറിൻ്റെ കാലാവധി വരുന്ന 6 മാസമാണ്. ഈ 6 മാസം കഴിഞ്ഞ് ആദ്യത്തെ ഒരു വണ്ടി എടുക്കുമ്പോൾ പുതിയ എല്ലാവരും എടുക്കും, അതിന് ശേഷം പിന്നെ എടുക്കില്ല. അപ്പോൾ പിന്നെ പോലീസ് കൈ കാണിച്ചതിന് ശേഷമായിരിക്കും നമ്മളെല്ലാവരും നോക്കുമ്പോൾ മനസ്സിലാവുക പൊല്യൂഷൻ തീർന്നിട്ടുണ്ട്, പൊല്യൂഷൻ പേപ്പർ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതും നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മുടെ കയ്യിൽ എടുത്ത് വെക്കേണ്ടതാണ്. അതായത് പൊല്യൂഷൻ്റെ പേപ്പർ ക്ലിയർ ആവാറൊക്കെ തീർന്നോ അതല്ലെങ്കിൽ വാലിഡിറ്റി ആയോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ വരുന്ന ആ ഒരു ടോപ്പിക് പൊല്യൂഷൻ്റെ പേപ്പറോട് കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു ഡോക്യുമെൻ്റ്, അത് എല്ലാവർക്കും ബാധകമല്ല. പക്ഷേ നമുക്കൊരു ടാക്സി പെർമിറ്റായിട്ട് ഓടുന്ന വണ്ടികൾക്ക് അവരുടെ വണ്ടിയുടെ പെർമിറ്റുകൾ കയ്യിൽ വേണം. അതിപ്പോൾ ഒരു ലോഡ് വെഹിക്കിൾ ആണെങ്കിൽ അല്ലെങ്കിലും ടാക്സി ആണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ അവർക്ക് കമ്പൽസറി ആയിട്ട് ഈ ഒരു ഡോക്യുമെൻസിൻ്റെ കൂടെ, പ്രൈവറ്റ് വെഹിക്കിളിനെ അപേക്ഷിച്ച് ഈ ഒരു ഡോക്യുമെൻസിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് വണ്ടിയുടെ വെഹിക്കിൾ പെർമിറ്റ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 ഡോക്യുമെൻറ്റ്സിൽ, അതായത് 4 ഡോക്യുമെൻറ്റ്സ് പ്രൈവറ്റ് വെഹിക്കിൾ യൂസ് ചെയ്യുന്നവർ, ബൈക്കായാലും കാറായാലും യൂസ് ചെയ്യുന്നവർ കമ്പൽസറി ആയിട്ടും കമ്പൽസറി ആയിട്ടും കയ്യിൽ വച്ചിരിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. പിന്നെ വരുന്ന ഞാൻ പറഞ്ഞ അഡീഷണൽ ഡോക്യുമെൻ്റ് ആണ് പെർമിറ്റ്. അത് നമുക്ക് ടാക്സി ഓടിക്കുന്നവർ അതല്ലെങ്കിൽ ലോഡ് വെഹിക്കിൾ വലിയ വണ്ടികൾ ഓടിക്കുന്നവർക്കൊക്കെ അവർക്ക് റോഡിൽ വണ്ടി ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ആണ് ഒരു വെഹിക്കിൾ പെർമിറ്റ്. അത് ഈ പറഞ്ഞിട്ടുള്ള 5 ഡോക്യുമെൻറ്റ്സ് എല്ലാവരും കയ്യിൽ സുരക്ഷിതമായിട്ട് വെച്ചതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കാൻ റോഡിലേക്ക് ഇറങ്ങുക. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. അതായത് പുതിയതായിട്ട് വണ്ടി എടുത്തതിന് ശേഷം അതല്ലെങ്കിൽ ലൈസൻസ് എടുത്തതിന് ശേഷം പുതുതായിട്ട് വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമ, ടേക്ക് കെയർ.